ഓം ശാന്തി 25/12/2024 ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ്. മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും ശ്രീമതം അനുസരിച്ച് നടക്കുക. ഇതുതന്നെയാണ് ഏറ്റവും ഉയർന്ന ചാർട്ട്. ഏത് കുട്ടികൾക്കാണോ ശ്രീമതത്തോട് ബഹുമാനമുള്ളത് അവർ മുരളി തീർച്ചയായും പഠിക്കും. ചോദ്യം: നിങ്ങൾ ഈശ്വരൻ്റെ കുട്ടികളോട് ഏതൊരു ചോദ്യമാണ് ആർക്കും ചോദിക്കാൻ കഴിയാത്തത്? ഉത്തരം: അതായത് നിങ്ങൾക്ക് സുഖമാണോ എന്ന് നിങ്ങൾ കുട്ടികളോട് ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് സദാ സുഖമാണ്. അങ്ങ് ദൂരെ ബ്രഹ്മത്തിൽ വസിക്കുന്ന അച്ഛൻ്റെ ഓർമ്മയുണ്ടായിരുന്നു. ആ അച്ഛനെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ്? അഥവാ എന്തെങ്കിലും അസുഖമാണെങ്കിലും നിങ്ങൾ പറയും സുഖമാണ്. ഈശ്വരൻ്റെ കുട്ടികൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ല. ബാബ നോക്കുമ്പോൾ ഇവരിൽ മായയുടെ യുദ്ധം നടന്നിട്ടുണ്ട് എന്നു കണ്ടാൽ ബാബ ചോദിക്കും, കുട്ടികളെ സുഖമാണോ, സന്തുഷ്ടമല്ലേ? കുട്ടികളുടെ ബുദ്ധിയിൽ തീർച്ചയായും ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, പിന്നെ സുപ്രീം ഗുരുവും കൂടിയാണ്. ബാബ ജ്ഞാനസാഗരനും പതീത പാവനനുമാണ്. ജ്ഞാനത്തിൻ്റെ നേത്രവും ദിവ്യബുദ്ധിയും ലഭിക്കുമ്പോഴാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ച് സ്വർഗത്തിൻ്റെ അധികാരിയാകൂ. ഇതിൽ അച്ഛനും വന്നു, പഠിപ്പിക്കുന്നയാളും വന്നു, സൽഗതി ദാതാവും വന്നു, കുറഞ്ഞ വാക്കുകളിൽ മുഴുവൻ ജ്ഞാനവും വരുന്നു. ഇവിടെ നിങ്ങൾ വരുന്നത് ഇത് റിവൈസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ബാബ ഈ സത്യമായ ആത്മീയ യാത്ര പഠിപ്പിച്ചു തന്നു. ആ യാത്രികർ നിങ്ങൾ ജന്മജന്മാന്തരം ചെയ്തു വന്നതാണ്. എന്നിട്ടും പാടുന്നു, 4 പാടും ചുറ്റിക്കറങ്ങി. എന്നിട്ടും ഭഗവാനിൽ നിന്നും ദൂരത്തന്നെയായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്ന് വീണ്ടും വികാരങ്ങളിൽ വീണു പോവുകയാണെങ്കിൽ അതിലെന്താണ് പ്രയോജനം? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ്. ബാബ വന്നിട്ടുണ്ട് എന്നത് ഒരു ദിവസം എല്ലാവരും അറിയും. നമ്മൾ ബാബയിൽ നിന്നും ശ്രീമതം എടുത്ത് വീണ്ടും ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുകയാണ്. ഈ സമയത്ത് ഭാരതത്തിൽ വേറെ ആരും ഉണ്ടാകില്ല. മുഴുവൻ വിശ്വവും പവിത്രമായി മാറും. നിങ്ങൾക്ക് വീണ്ടും സ്മൃതി ഉണർത്തുന്നു, നിങ്ങൾ തന്നെയായിരുന്നു ദേവതകൾ. പിന്നീട് നിങ്ങൾ വൈശ്യനും ശൂദ്രനുമായി മാറി. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണനായിരിക്കുന്നു. ബാബ പറയുന്നു, ഈ ഹംസോ എന്ന മന്ത്രം സദാ ബുദ്ധിയിൽ ഓർമ്മ വേണം. ഇല്ലെങ്കിൽ എങ്ങനെ ചക്രവർത്തി രാജാവായി മാറും? അവരാണെങ്കിൽ 84ൻ്റെ അർത്ഥവും അറിയുന്നില്ല. ഭാരതത്തിൻ്റെ ഉയർച്ച താഴ്ചയെക്കുറിച്ചാണ് പാടിയിരിക്കുന്നത്. സദോ പ്രധാനം, സദോ രജോ തമോ സൂര്യവംശി ചന്ദ്രവംശി. ധാരണയ്ക്കുള്ള പോയിന്റ്: പൂർണ്ണ സൈലൻസിൻ്റെ സത്യമായ ആത്മീയ യാത്ര നടത്തണം. ഹംസോ എന്ന മന്ത്രം സദാ ഓർമ്മ വയ്ക്കണം. അപ്പോഴേ ചക്രവർത്തി രാജാവായി മാറൂ. മനസ്സാ വാച കർമ്മണ വളരെ ശുദ്ധമായിരിക്കണം. ഉള്ളിൽ ഒരു അഴുക്കും ഉണ്ടാകരുത്. ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വെക്കണം. ശ്രീമതത്തെ ബഹുമാനിക്കണം. വരദാനം: വിനയം എന്ന ഗുണത്തെ ധാരണ ചെയ്ത് ഏവർക്കും സുഖം നൽകുന്ന സുഖദേവനും സുഖസ്വരൂപരുമായി ഭവിക്കൂ. വിനയം താങ്കൾ മഹാനാത്മാക്കളുടെ ലക്ഷണമാണ്. എത്രത്തോളം വിനയമുള്ളവരായി മാറുന്നുവോ അത്രത്തോളം ആദരവ് സർവരിൽ നിന്നും പ്രാപ്തമാകും. വിനയമുള്ളവർ എല്ലാവർക്കും സുഖം നൽകും. അവർ എവിടെ പോയാലും എന്തു ചെയ്താലും അത് സുഖം നൽകുന്നതായി മാറും. അതിനാൽ ആര് സംബന്ധ സമ്പർക്കത്തിൽ വരികയാണെങ്കിലും അവർ സുഖം അനുഭവം ചെയ്യണം. ഇതിനാലാണ് താങ്കൾ ബ്രാഹ്മണാത്മാക്കളെക്കുറിച്ച് നിങ്ങൾ സുഖസാഗരൻ്റെ മക്കൾ, സുഖസ്വരൂപരും സുഖദേവന്മാരുമാണ് എന്ന് പാടാറുള്ളത്. അതിനാൽ എല്ലാവർക്കും സുഖം നൽകുകയും ഏവരിൽ നിന്നും സുഖമെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കൂ. ആരെങ്കിലും താങ്കൾക്ക് സുഖം കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും താങ്കൾക്ക് ദുഃഖം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കരുത്. സ്ലോഗൻ: ആത്മാഭിമാനികളായി ഇരുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനികൾ. ഓം ശാന്തി.